നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ പുതിയ കഥയായ സുഭാഷിന്റെ, നിധിയുടെ, സുധീഷിന്റെ ഒക്കെ വിശേഷങ്ങൾ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കാണാൻ താല്പര്യമുള്ളവര് ആ ചാനലിനകത്ത് കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് കിരണ് ഗംഗാപ്രസാദയും സ്റ്റെഫീനെയും പിന്തുടരുവാണ്. അപ്പം കിരൺ ഒരു സംശയം, സന്യാസിനിയുടെ വേഷമൊക്കെ മാറി വന്നിരിക്കുന്ന രണ്ടുപേരാണോ ഇവരെന്ന് ഒരു ചിന്ത മനസ്സിലുണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് കിരൺ അവരെ ഫോളോ ചെയ്ത് അവരുടെ പിന്നാലെ അങ്ങോട്ട് പോകുന്നത്. ഈ സമയത്ത് സ്റ്റെഫി പതുക്കെ തിരിഞ്ഞു നോക്കി കിരൺ പിന്നാലെ വരുന്നുണ്ട്. ഗംഗാപ്രസാദിനോട് പറഞ്ഞു, ഗംഗെ, അവൻ നമ്മുടെ പിന്നാലെ തന്നെ വരുന്നുണ്ട്, പെട്ടെന്ന് നമുക്ക് പോകണമെന്ന് പറയണം. അങ്ങനെ പെട്ടെന്ന് തന്നെ അവര് പോയി കാറിൽ കയറി അപ്പൊ തന്നെ അവിടെ നിന്ന് പോവാണ്. കിരൺ എന്തോ ഒരു പന്തികേട് തോന്നി. കാരണം പള്ളിക്ക് പോകാനായിട്ട് ഭിക്ഷ അയച്ച് വന്നവരാണെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ കാറ് കയറി പെട്ടെന്ന് പോകേണ്ട കാര്യമില്ല. എന്തോ ഒരു പന്തികേട് മണക്കുന്നുണ്ട് ഇതിനകത്ത്. പെട്ടെന്ന് കിരണ വീട്ടിലേക്ക് കയറി വന്നു. അപ്പോഴേക്കും പ്രകാശനും ബൈജുവും രതീഷും ഒക്കെ സംസാരിക്കുകയാണ്. ആ സമയത്ത് കിരൺ പ്രകാശനോട് ചോദിച്ചു, അല്ലച്ചാ അവരിവിടെ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ആരുടെ മോനെ? അല്ല, മുമ്പേ ഭിക്ഷ ചോദിച്ച് പള്ളിക്ക് പോകാനെന്ന് പറഞ്ഞ് വന്നവരോ? ഓ, എന്നോട് വെള്ളം ചോദിച്ചായിരുന്നു. ഞാൻ വെള്ളം കൊടുത്തില്ല, കാരണം പള്ളിക്ക് പോകാനുള്ളതാണെങ്കിൽ ഇവിടുന്ന് വെള്ളം കൊടുക്കാൻ പറ്റില്ലല്ലോ. മരണം നടന്നിട്ട് കുറച്ച് ദിവസങ്ങളല്ലേ ആയുള്ളൂ. അല്ല, എന്നിട്ടോ ഒരു 100 രൂപ ഞാൻ കൊടുത്തു. ആ പൈസ മേടിച്ചിട്ട് ശരിയെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് ഇറങ്ങുകയും ചെയ്തു. അപ്പോഴാണ് നിങ്ങൾ വരുന്നേ. പൈസ ചോദിച്ചു, എന്താ കിരണളിയ, എന്തേലും പ്രശ്നമുണ്ടോ? എനിക്കെന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. അവരെ കണ്ട് അത്ര സുഖമായിട്ട് തോന്നില്ല. അതെന്താ? ഇനി വേഷം മാറി വന്നവരാണെന്ന് പറയാൻ പറ്റില്ലോ. ഗംഗാപ്രസാദ്, സ്റ്റെഫിയൊക്കെ ഏത് വേഷം കെട്ടി ഇങ്ങോട്ടേക്ക് വരും? അങ്ങനെ എന്തേലും വന്നാണോ? രതീഷ് പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും കണ്ടു തോന്നില്ല. അപ്പോഴേക്കും കിരമൾ, ശരിക്കും അവരൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പക്ഷെ അങ്ങനെ വന്നൊരു കാറിൽ കയറി പോകേണ്ട കാര്യമില്ല. അവര് നടന്ന് വേറെ വീട്ടിലൊക്കെ കയറണ്ടല്ലേ. പക്ഷെ ഇത് ഒരിടത്തും കയറിയിട്ടില്ല, നേരെ കയറി പോവുക ചെയ്തേ. കിരൺ ഇങ്ങനെ ആലോചിച്ചു, അല്ല വേറൊന്നും അച്ഛനോട് പറഞ്ഞു ചോദിക്കുകയും ചെയ്തില്ലല്ലോ? ഇല്ല. പക്ഷെ ആലോചിച്ചു, അങ്ങനെയാണെങ്കിൽ അവര് വെറുതെ ഇറങ്ങിപ്പോകാൻ വഴിയില്ല. ഇനിയിപ്പോ എന്തേലും പരിപാടി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നൊരു ടെൻഷൻ കിരണ്ട് അരിയുന്നുണ്ട്. അപ്പോഴേക്കും ജഗദീഷ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവരെ ഫോളോ ചെയ്ത് പോയാലോ? ഇനിയിപ്പോ അവരെവിടെയും പോയി കാണും. നമ്മൾ ഇനിയിപ്പോ എവിടെ പോയി അന്വേഷിക്കണം അവരെ? അവരിപ്പോ അവിടെ നിന്ന് മുങ്ങി കാണത്തില്ലേ? ഇത്ര സമയമായില്ലേ? അത് ശരിയാ. സരി പറഞ്ഞു, പേടിക്കണ്ട. വേഷം മാറി അവരിറങ്ങിയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ ഇനിയും വീണ്ടും വരും, വരാതിരിക്കില്ല. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അങ്ങനെ വരുത്താനായിട്ട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാർത്തികയുടെ കല്യാണമാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇനി അങ്ങോട്ടേക്ക് വരും, ഉറപ്പായിട്ടും വരും, ഈ വീട്ടിലേക്ക് വരും. അല്ലെങ്കിൽ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് വരും. അവന് വരാതിരിക്കാൻ സാധിക്കില്ല. പ്രകാശ പറഞ്ഞു, ഞാനല്ലേലും അതിനെക്കുറിച്ച് പറയുമായിരുന്നു. ഇനിയിപ്പം കാർത്തിമോളുടെ കല്യാണം നീട്ടിവെക്കേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ കല്യാണത്തിന് ഒരു തീയതി എടുക്കണം. നിശ്ചയം ഒന്നും നടക്കണ്ട, കല്യാണം നടന്നാ മതി. അത് മതി, അത് ഞാനും ആലോചിക്കുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം കിരൺ മുറിയിലേക്ക് ചെല്ലുമ്പത്തേനും കല്യാണി വെച്ചു, കിരണേട്ട എന്തേലും വിവരം കിട്ടിയോ ഗംഗാപ്രസാദിനെ കുറിച്ച്? ഒരു വിവരം കിട്ടിയിട്ടില്ല. അവന് നമ്മൾ ചെല്ലുന്നിടത്തുനിന്നൊക്കെ മുങ്ങി നടക്കുക. പക്ഷെ അധിക നാളൊന്നും അവന് മുങ്ങി നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശരി, പക്ഷെ അവനെ കയ്യിൽ കിട്ടിയാൽ മതിയായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കായിരുന്നു. ഇനി ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല മാർഗം കാർത്തികയുടെ കല്യാണമാണ്. കാർത്തികയുടെ കല്യാണമാണെന്ന് അറിഞ്ഞാൽ അവൻ ഏത് പാതാളത്തിൽ നിന്നാണെങ്കിലും ഇറങ്ങി വരേണ്ടതായിട്ട് വരും. അധിക ദിവസം അവന് മുങ്ങി നടക്കാൻ പറ്റില്ല. പിന്നെ വീട്ടിൽ ഇനിയിപ്പം ആരെങ്കിലും വന്നാൽ പോലും കഥ തുറക്കണ്ടെന്ന് അച്ഛനോട് പറയണം. അല്ല, ആരാ കിരണേട്ടാ വന്നേ? അപ്പം കല്യാണിയും അല്ലെങ്കിൽ കാർത്തിക് എന്നകത്തോണ്ട് അവർ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, ഒരു സന്യാസിനിയും രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു. അവര് പള്ളിക്ക് പോകാനെങ്ങാണ്ട് പൈസ മേടിക്കാൻ വന്ന. അച്ഛൻ പൈസയും കൊടുക്കുകയും ചെയ്തു. പക്ഷെ എനിക്കെന്തോ അത്ര ശരിയായിട്ട് തോന്നില്ല. എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. പന്തികേട് തോന്നുന്നുണ്ട്. അതെന്താ കിരണേട്ടാ? പറയാൻ പറ്റില്ല. ഈ പറയുന്ന സ്റ്റെഫിയും ഗംഗാപ്രസാദൊക്കെ ഏത് വേഷം കെട്ടി വെള്ളം ഇങ്ങോട്ടേക്ക് വരും? നമ്മളൊന്ന് കരുതിയിരിക്കാൻ നല്ലതാ. പരിചയമില്ലാത്തവർ വന്ന ഒരു കാരണവശാലും കഥ തുറക്കേണ്ട കാര്യമില്ല. കല്യാണി പറഞ്ഞു, അങ്ങനെയെങ്കിലും എന്റെ കൈ കിട്ടുവാണെങ്കിൽ അവനെ ഞാൻ തീർത്ത് കളയുമെന്ന് പറയണം. പിന്നീട് കിരൺ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയപ്പോൾ കാർത്തിക വന്നു. കാർത്തികയോട് കല്യാണി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോഴേക്കും കാർത്തിക പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മിക്കവാറും അവരായിരിക്കും. എനിക്ക് അവനെ കണ്ടാൽ മനസ്സിലായനം. പക്ഷെ അവനെ ഞാൻ കണ്ടില്ലല്ലോ കല്യാണി. സാരമില്ല, ഇനി അവനിങ്ങനെ വരും. ഒരു പക്ഷെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, കാർത്തികയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണം. നീ എന്തൊക്കെയാ കല്യാണി പറയണേ? അതെ, അവനെ പിടികൂടാനായിട്ട് ഏറ്റവും നല്ല മാർഗം അതാ. എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടക്കണം. പിന്നെ ദിലീപന്റെ വീട്ടുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കല്യാണം ഇന്ന് നടത്താൻ സമ്മതമാ. അത് പിന്നെ വെറുതെ ഒരു പാവത്തിനെയും കൂടെ ഞാൻ ഇനിയിപ്പോ ഇതിനകത്തേക്ക് വലിച്ചഴിക്കേണ്ട കാര്യമുണ്ടോ? കാർത്തിക് എന്ത് വർത്താനാ പറയണേ? ദിലീപേട്ടൻ ഒരു പ്രശ്നമില്ല. ദിലീപേട്ടൻ ആള് സ്ട്രോങ്ങാ. പിന്നെ കാർത്തിക് ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല.
അവനെ ഗംഗാപ്രസാദം നമുക്ക് പിടികൂടണ്ടേ. കാർത്തികേച്ചിയുടെ കല്യാണം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് വരാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇനിയിപ്പം നിശ്ചയമൊന്നും വെക്കണ്ട, കല്യാണമായിട്ട് നടത്തിയാൽ മതി. കാർത്തിക പറഞ്ഞു. അത് പിന്നെ ഇനി കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് കല്യാണി കാർത്തിയെ ചേർത്ത് പിടിച്ചു. സമ്മതിക്കേച്ചി, എന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ, കാർത്തികയ്ക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ കാർത്തികയുടെ മടിയിലേക്ക് കല്യാണി തലവെച്ച് കിടക്കുവാണ്. അപ്പോഴേക്കാണ് കാദംബരി അങ്ങോട്ടേക്ക് വരുന്നത്. കാദംബരിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കാർത്തി ചോദിച്ചു, അല്ല കാദംബരി കാദംബരി അവരെ ശരിക്കും കണ്ടായിരുന്നോ? കുറച്ചു മുമ്പ് വീട്ടിൽ വന്നവരെ. ഞാൻ കണ്ടായിരുന്നു, പക്ഷേങ്കില് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയില്ല. അല്ല, കിരൺ പറഞ്ഞല്ലോ, കിരൺ എന്തോ ഒരു സംശയം തോന്നുക. പക്ഷെ അവര് കാറ് കയറി പോയത് എന്തിനാ? അങ്ങനെ വീടാന്തരം കയറി ഭിക്ഷ യാചിക്കാൻ വന്നവരാണെങ്കിൽ കാറിൽ കയറി പോകത്തില്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പം കാദംബരി പറഞ്ഞു, അല്ല ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. അച്ഛൻ 100 രൂപ വെച്ച് കൊടുത്തു. അവരത് വാങ്ങിക്കൊണ്ട് വെള്ളം ചോദിച്ചു. വെള്ളം കൊടുക്കില്ല എന്ന് പറഞ്ഞു, കാരണം മരണം നടന്ന വീടല്ലേ. അപ്പൊ തന്നെ പോവുകയും ചെയ്തു. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് അവരാണോ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരക്കാരൊക്കെ വീട്ടിൽ വരുമ്പോ നമ്മൾ സൂക്ഷിക്കണം കാദംബരി ചേച്ചി. ഇനി നമ്മൾ കഥ തുറക്കാൻ പാടില്ല. കാദംബരി പറഞ്ഞു, ഇനി ഞാനത് നോയിക്കോളാം എന്ന് പറഞ്ഞു. ഈ സമയം കിരൺ ഇങ്ങനെ ആലോചിക്കുകയാണ്, തന്നെ കണ്ടിട്ടാണോ അവർ പെട്ടെന്ന് പോയി കാലിൽ കയറി പോയത്? അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഇതുണ്ടോ? ഒരു പക്ഷെ താനും അല്ലെങ്കിൽ ഇവിടെ വേറെ ആരും ഇല്ലെന്ന് അറിഞ്ഞിട്ട് തന്നെയായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അതും കാർത്തികയെ ലക്ഷ്മിയമ്മയ്ക്ക് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ അത് അവരാൻ ചാൻസ് ഉണ്ട്. പല വേഷത്തിലും വരുമല്ലോ. ഈ സമയം സ്റ്റെഫിയും ഗംഗാപ്രസാദും കൂടെ അവര് വാടകയ്ക്ക് താമസിക്കുന്നിടത്തേക്ക് ചെല്ലുവാണ്. സ്റ്റെഫി പറഞ്ഞു, ഇന്നത്തെ നമ്മുടെ പ്ലാൻ പൊളിഞ്ഞു പോയല്ലേ? ഗംഗ പറഞ്ഞു, അത് ശരിയാ, പൊളിഞ്ഞു പോയി. എന്നാലും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മള് അധികം വൈകാതെ നമ്മുടെ കാര്യത്തിലെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും. സ്റ്റെഫി പറഞ്ഞു, അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല. ഇന്ന് മിക്കവാറും കിരണിന് എന്തെങ്കിലും സംശയം തോന്നിക്കണം. അതാണ് കിരൺ നമ്മുടെ പിന്നാലെ ഓടി വന്നേ. അപ്പോഴേക്കും നമ്മൾ കാർ കൊടുത്ത് പോകുന്നില്ലേ? അതെ, കാറിന്റെ നമ്പർ വരെ അവൻ നോട്ട് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. നോട്ട് ചെയ്താലും കുഴപ്പമില്ല. കാരണം ഈ കാറിന്റെ നമ്പർ നമ്മുടെ കാറിന്റെ അല്ലല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന കാറല്ലല്ലോ. ഇത് ഏതോ ഒരുത്തന്റെ കാറ്. അവന്റെ മൂക്കിടിച്ചു വരുത്തി അവനാണ് ഹോസ്പിറ്റലിൽ. പിന്നെ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ശരിയാ ഗംഗെ, പക്ഷെ നമുക്കിനി പുറത്തിറങ്ങണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനി വേഷം മാറി ചെന്നാലും ആ വീട്ടിലേക്ക് എന്നാൽ നമ്മൾ പിടിക്കപ്പെടും. അതിന് വേറെന്തെങ്കിലും മാർഗം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോഴേക്കും ഗംഗാപ്രസാദ് പറഞ്ഞു, അതിനുള്ള മാർഗമൊക്കെ ഞാൻ ചെയ്തോളാം. പിന്നീട് അലമാരിക്കകത്തുനിന്ന് തോക്കെടുത്തു. ഇതുണ്ടല്ലോ, ഇനി ഞാൻ ചെല്ലുന്ന സമയത്ത് ഇനി ആരൊക്കെ എന്റെ മുന്നിൽ തടസ്സമായിട്ട് നിന്നിട്ടുണ്ടെങ്കിലും അവരെയൊക്കെ ഞാൻ തീർത്ത് കളയും. സ്റ്റെഫി പറഞ്ഞു, അത് നടക്കുന്ന കാര്യമാണോ? ഇനി ഇപ്പൊ കിരണ് കൂടുതൽ ഊർജിതമായിട്ട് നമ്മളെ തിരയത്തുള്ളൂ. അല്ലെങ്കിൽ വീടിന്റെ 7 അയലക്കത്ത് പോലും നമുക്ക് അടുക്കാൻ പോലും പറ്റില്ല. നോക്കാം എന്താന്ന്. ഇതേ സമയത്ത് നയനയെ കല്യാണി വിളിച്ചിട്ട് നയനോട് കാര്യങ്ങളൊക്കെ പറയണ. കാർത്തികയുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം. അപ്പൊ അതിന് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. അപ്പൊ നയനയോട് പറഞ്ഞു, നീയും കൂടെ വരണമെന്ന് പറയാ. നയനയ്ക്ക് അതിന് സമ്മതക്കുറവൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കാദംബരിയും കല്യാണിയും നയനയും കൂടെയാണ് ഓഡിറ്റോറിയം കാണാൻ പോകുന്നത്. അപ്പൊ ഓഡിറ്റോറിയം ഒക്കെ പോയി കണ്ട് ബുക്ക് ചെയ്യണം. എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം. 41 കഴിഞ്ഞാൽ പിന്നെ കല്യാണം നടത്തുന്നതിന് പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ അത് നടത്തുന്നത് നല്ലത്. അങ്ങനെ ചില തീരുമാനത്തിൽ അവരെത്തുന്നുണ്ടായിരുന്നു. പക്ഷേങ്കില് ഇതേ സമയം കാർത്തികയുടെ കല്യാണം ഉടനുണ്ടെന്ന് തന്നെ അവനറിയുവാണ് ഗംഗാപ്രസാദ്. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ കഥ തീർക്കണം. അവളുടെ മാത്രമല്ല, ലക്ഷ്മി അമ്മയും കൂടെ കഥ തീർക്കണം. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. കല്യാണം കഴിഞ്ഞ് അവൾക്കൊരു കുടുംബമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് സ്വത്തൊന്നും കിട്ടാൻ പോകുന്നില്ല. അതിനു മുമ്പ് എല്ലാത്തിനെയും തീർത്ത് കളയാൻ തന്നെ ഗംഗാപ്രസാദ് തീരുമാനിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.